അത് ഞാനെത്തി. ഞാൻ പറഞ്ഞു ഓർമ്മയിട്ടില്ല. പിന്നെ ഞാൻ ചെല്ലു. ചേട്ടാ ഇത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇത്? പാംസ്ട്രീ ആണല്ലോ. നിനക്കിത് എവിടെ കിട്ടി? അയ്യോ എന്റെ അല്ലേട്ടാ, മഞ്ജു ചേച്ചിയതാ. ചേച്ചി എത്ര നന്നായിട്ട് കൈ നോക്കുന്നറിയോ. ഞാൻ ചുമ്മാ എടുത്തുനിന്ന് മറിച്ചു നോക്കിയതാ. ഞാനിവിടെ ഉണ്ടേ. എന്തോ ഉച്ചത്തില വിളിച്ചു നോക്കി. മമ്മി ഉണ്ടായിരുന്നപ്പോ കെട്ട് കെട്ടിച്ചേന്. ഇതാര് മഞ്ജു? ടിങ്കു, എന്റെ മുറിയിലിരുന്നൊരു പുസ്തകം കാണുന്നില്ലല്ലോ. ഇതാണോ? ആഹാ, നീ ഈ പുസ്തകം കൊണ്ട് നടക്കണോ? ഞാനിത് അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും. അസ്ത്രശാസ്ത്രം ഞാനും ഒന്ന് പഠിക്കാന്ന് കരുതി. നീ ഇപ്പൊ അസ്ത്രേഖ ശാസ്ത്രം ഒന്നും പഠിക്കണ്ട. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പഠിച്ചാ മതി കേട്ടോ. ഓ അല്ല, മഞ്ജു നന്നായിട്ട് കൈ നോക്കുമെന്ന് കേട്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ. മഞ്ജു, എന്റെ കൈ ഒന്ന് നോക്കിക്കേ. അയ്യോ വേണ്ട ചേട്ടാ. മഞ്ജു, ഞാൻ ഇന്ന് പുതിയൊരു കോൺട്രാക്റ്റിൽ ഒപ്പിടുന്ന ദിവസമാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അറിയാമല്ലോ. പ്ലീസ് മഞ്ജു. ശരി. പക്ഷെ ഒരു കാര്യം, ഞാൻ കൈ നോക്കുമ്പോ ആരും അടുത്തുണ്ടാവുന്ന എനിക്കിഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. നീ വെക്കേ പോടാ. ഈ കൈ ആരും കാണിക്കരുത്. എന്റെ ലൈഫിൽ ഞാൻ ഇതുപോലൊരു കൈ കണ്ടിട്ടില്ല. എന്താ അത്രയ്ക്ക് മോശമാണോ? രാജേട്ടൻ ഇവിടെയൊന്നും നിൽക്കേണ്ട ആളല്ല. ഒരു വേൾഡ് ചാമ്പ്യൻ ആകേണ്ടതാ. ചാമ്പ്യനോ? കപിൽ ദേവിനെ പോലെ ഒരു ക്രിക്കറ്റർ ആകേണ്ടതായിരുന്നു. അതിന് ഞാൻ ചെറുപ്പത്തിൽ ഒരു കുട്ടിയും പോലും കളിച്ചിട്ടില്ല. നോക്കട്ടെ നോക്കട്ടെ. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ബില്ലിയേഴ്സ് കളിക്കാറുണ്ടോ? ഇല്ല. ചെസ്സോ? അങ്ങനെ വരട്ടെ. പ്ലേയിങ് കാർഡ്സ്? അത് പിന്നെ അതുമില്ലേ? മഞ്ജു, യു ആർ റിയലി ഗ്രേറ്റ്. താങ്ക് യു. റമ്മി കളിയിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കളിയിൽ എക്സ്പെർട്ട് ആയിരിക്കുമെന്ന്. പ്ലേയിങ് കാർഡ്സിൽ ആരും തോൽപ്പിക്കാറില്ലെന്നല്ലേ പറഞ്ഞത്? അതെ. നാളെ നമുക്കൊരു കൈ നോക്കാം. അയ്യോ, ഇവിടെ ഇരുന്ന് കളിക്കാനോ? മമ്മി അറിഞ്ഞാൽ? അതിന് വീട്ടിൽ കാശ് വെച്ച് ഗാംബ്ലിംഗ് ഒന്നും നടത്തുന്നില്ലല്ലോ. അത് വേണോ? സാർ ഇങ്ങനെ പേടിച്ചാലോ? ഞായറാഴ്ച ആന്റി പുറത്തു പോകുമ്പോൾ നമുക്ക് കളിക്കാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. മഞ്ജു ഇവിടെ ഇരുന്നേ. ചേച്ചി എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? മഞ്ജു നന്നായിട്ട് കൈ നോക്കുന്നു രാജേട്ടൻ പറഞ്ഞല്ലോ, ശരിയാണോ? എന്റെ കൈയൊന്ന് നോക്കിക്കേ. കൈയൊക്കെ നോക്കാം. പക്ഷെ അതിനും ഒരു കാര്യം. എന്താ? ഞാൻ കൈ നോക്കി പറയുന്ന സത്യമാണെങ്കിൽ അതങ്ങ് തുറന്ന് സമ്മതിക്കണം. ശരി. തുറന്നു പറയുന്നതിൽ വിഷമമില്ലല്ലോ? ഇല്ല. ചേച്ചി ആളൊരു കേമി തന്നെ. വിവാഹത്തിന് മുമ്പ് എല്ലാ പെണ്ണുങ്ങളെയും പോലെ ചേച്ചിക്കും ചില റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. ദേ, കള്ളം പറയരുത്. ഞാനല്ല പറയുന്നത്, ഈ കയ്യിലെ രേഖയാ പറയുന്നത്. നിങ്ങളത് ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ദേ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. കള്ളം പറയണേ ഞാൻ ഇനി പറയുന്നില്ല. ഇല്ല, കള്ളം പറയില്ല. എന്നാ പറ, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ചേച്ചി രാജ്യത്ത് നമ്മെ കണ്ടിട്ടില്ലേ? ആ കഥ മുറിച്ചേ. കഥമൊക്കെ ഞാൻ അടച്ചോളാം. ഇനി പറ. ഞാൻ രാജേട്ടനെ ആദ്യമായി കണ്ടത് നല്ല കോളേജിലേക്കാണ്. അന്ന് എന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസോ? അപ്പൊ ചേച്ചിക്ക് ഡാൻസ് അറിയോ? അറിയാം. ഈ സത്യം ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. അന്ന് രാജേട്ടന് എന്റെ ഡാൻസ് നന്നായി ഇഷ്ടപ്പെട്ടു. ഡാൻസോ അതോ ഡാൻസ് അറിയോ? രണ്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? എന്നിട്ട് ലവ് മാരേജ് അല്ലെന്ന് കള്ളം പറഞ്ഞു.
നിങ്ങൾ കല്യാണത്തിന് മുൻപ് പരിചയക്കാരായിരുന്നെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അറിഞ്ഞ മമ്മി അന്ന് തന്നെ ഇവിടുന്ന് ഇറക്കി വിടും. പിന്നെ കല്യാണം കഴിഞ്ഞ് 5 വയസ്സുള്ള ഒരു കുട്ടിയായി ഇപ്പോഴല്ലേ ഇറക്കി വിടാൻ പോകുന്നത്. ചേച്ചി ചേച്ചി എനിക്ക് ഡാൻസിന് 2 സ്റ്റെപ്പ് കാണിച്ചു തരാം. അയ്യോ ഞാനതൊക്കെ മറന്നു. പഠിച്ചത് വല്ലവരും മറക്കോ? വാ ചേച്ചി നമുക്ക് ടെറസിലേക്ക് പോകാം. ഞാനില്ല. മമ്മി അറിഞ്ഞാൽ എന്താ? ഡാൻസ് ചെയ്യുന്ന അത്ര വലിയ കുറ്റമാണോ? ഡാൻസ് ചെയ്യുന്ന കുറ്റമാണെങ്കിൽ ചേച്ചിയുടെ ഡാഡി ചേച്ചി ഡാൻസ് പഠിപ്പിക്കും. ഇല്ലല്ലോ. ഈ നൃത്തകല എന്ന് പറയുന്നത് ദൈവീകമാണ്. ഒരു കലാകാരിയായി ചേച്ചി അത് ഒരിക്കലും നശിപ്പിക്കരുത്. വാ ചേച്ചി പ്ലീസ്. ഹായ് ബ്യൂട്ടിഫുൾ ചേച്ചി, നന്നായിരിക്കുന്നു. കണ്ടിട്ടും മതിയാവുന്നില്ല. ഒരു 2 സ്റ്റെപ്പ് കൂടെ കാണിച്ചു ചേച്ചി. എന്ത് പറ്റി ചേച്ചി? എന്നോട് ക്ഷമിക്കണം. ഞാനറിയാതെ അങ്കിൾ, ഞാൻ നിർബന്ധിച്ചിട്ടാണ് ചേച്ചി നൃത്തം ചെയ്തത്. തെറ്റെന്റേതാണ്. തെറ്റ് നിന്റേതല്ല കുട്ടി, തെറ്റെന്റേതാ. ഈ വീട്ടിൽ ഇത്രയും ഭംഗിയായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്ന ഒരാളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ആ തെറ്റെന്റേതാ. എന്റെ മരുമകൾക്ക് നൃത്തം ചെയ്യാൻ അറിയാമെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാനൊരു ചെറിയ കലാകാരനാ മോളെ. ഞാൻ പണ്ട് ബോംബെ ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മനോഹരമായിട്ട് തബല വായിക്കാൻ അറിയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവന്റെ കൂടെ കുറെ നാള് ശിഷ്യനായിട്ട് നടന്നതാ മോളെ. ആ ദാ കൈ നോക്കി. അങ്കിൾ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇരിക്കെ. അങ്കിൾ ഒരു കലാകാരനാണെന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എങ്ങനെ തോന്നി? അങ്കിളുടെ രൂപവും ഭാവവും എല്ലാം ഒരു കലാകാരന്റേതാ. അങ്കിള് തബല വായിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇപ്പോഴോ? നല്ല ചേലായിപ്പോ. നിന്റെ ആന്റി പറയാതായി. ഇപ്പോഴല്ല അങ്കിൾ, ഇനി ആന്റി പുറത്തു പോകുന്ന ഏതെങ്കിലും ഒരു ദിവസം. ഓ, അങ്കിൾ തബല വായിക്കുന്നു, മരുമകൾ നൃത്തം ചെയ്യുന്നു, ഞാൻ കണ്ട് രസിക്കുന്നു. ആഹാ, വാട്ട് ആൻ ഐഡിയ. അങ്കിൾ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്കിൾ ഇവിടെ എന്തായിരുന്നു? ഈ ചെടിക്ക് ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം മോളെ. എപ്പോ നോക്കിയാലും അങ്കിൾ ഈ തോട്ടത്തിൽ തന്നെ ആയിരിക്കും. നേരം പോലെ എനിക്ക് പിന്നെ എന്താ ഒരു ജോലി ഉള്ളത്? അങ്കിൾ ഇത് എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ? മോളെ, ഈ ചെടികൾ നട്ടു വളർത്തുക, തോട്ടം സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാല് അതിന് ജന്മസിദ്ധമായ ഒരു കഴിവ് വേണം, ഒരു വാസന വേണം. പിന്നെ ഈ ചെടികളുടെ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞ ഞാൻ ആ വെള്ളപ്പൂന്ന് പറിച്ചോട്ടെ? വേണ്ട വേണ്ട വേണ്ട, അവിടെ വന്നോട്ടെ. ഒരെണ്ണം പറിച്ചോട്ടെ അങ്കിൾ, വല്ല ഗേൾഫ്രണ്ടിനും കൊടുക്കാനായിരിക്കും. ഒരെണ്ണം പറിച്ചോ, നാളെ വന്ന് ചോദിക്കരുത്. വേഗം സ്ഥലം വിട്ടോ. ഓ, മോൾ എന്താ പറഞ്ഞത്? ഈ അച്ഛനും മക്കളും ഇരിക്കുന്നിടത്ത് ഈ ഗേൾഫ്രണ്ടിന്റെയും ബോയ് ഫ്രണ്ടിന്റെയും കാര്യം പറയാമോ? അതൊക്കെ തെറ്റല്ലേ? അതിലെന്താ ഇത്ര തെറ്റങ്കിൾ? ഞാൻ അങ്കിളിന്റെ ആരാ? ശത്രുവാണോ? അല്ല. അപ്പൊ മിത്രമല്ലേ? മിത്രത്തിന് ഇംഗ്ലീഷിൽ എന്താ? ഫ്രണ്ട് ആണല്ലോ. ഞാനാണോ പെണ്ണോ? പെണ്ണ്. പെണ്ണിന് ഇംഗ്ലീഷിൽ എന്താ? ഗേൾ. അപ്പൊ ഞാൻ അങ്കിളിന്റെ ഗേൾ ഫ്രണ്ട്, അങ്കിൾ എന്റെ ബോയ് ഫ്രണ്ട്. ഇന്നു മുതൽ അങ്കിൾ എന്നെ ഗേൾ ഫ്രണ്ട് എന്നെ വിളിക്കാവൂ. പത്മാവതി, പേടിക്കാതെ എന്റെ ബോയ് ഫ്രണ്ടേ. ആന്റിയുടെ മുന്നിൽ വെച്ച് ഞാൻ വിളിക്കില്ല. നമ്മൾ രണ്ടാളും മാത്രം ഉള്ളപ്പോ ഞാൻ ഗേൾ ഫ്രണ്ടും അങ്കിൾ ബോയ് ഫ്രണ്ടും. എന്താ? ശരി ഗേൾഫ്രണ്ട്.
അല്ല, മഞ്ജുവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന എന്ത് ചെയ്യാണ്? ഞാൻ ഡാഡിക്ക് ഒരു കത്തെഴുതുക. ഡാഡിക്ക് കത്തെഴുതാൻ വേറെ ഒരു സ്ഥലം കണ്ടില്ലേ? ഇവിടെ ഉള്ളവരെ കുറിച്ച് കുറച്ച് പരദൂഷണം എഴുതുക. ഞങ്ങളെ കുറിച്ച് എന്ത് പരദൂഷണം എഴുതാനാണ്? അത് ഈ വീടും പിന്നെ ആന്റിയുടെ കുറെ ഡിസിപ്ലിനും അതനുസരിക്കുന്ന കുറെ ബുദ്ധൂസുകളും. അല്ല, ഞാൻ ഇവിടെ വന്നുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് രവിക്കാണല്ലേ? എനിക്കോ? അതെ, രവിയുടെ ബെഡ്റൂം ഞാൻ അപഹരിച്ചില്ലേ? ഇപ്പം രവിക്ക് കിടക്കാനായിട്ട് ശരിയായ ഒരു സ്ഥലം പോലുമില്ല. അങ്ങനെയൊന്നുമില്ല. വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ അതിന്റേതായ വിധത്തിൽ ട്രീറ്റ് ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ, ഞാൻ മഞ്ജുവിന്റെ വീട്ടിൽ വന്നു തന്നെ ഇരിക്കട്ടെ. മഞ്ജുവിന്റെ ബെഡ്റൂം എനിക്ക് ഒഴിഞ്ഞു തരില്ലേ? എന്റെ ബെഡ്റൂമിൽ ഞാൻ ഒരാളും കേട്ടിട്ടില്ല. അല്ല ഡോക്ടർ സാറേ, രാവിലെ കൊണ്ടുപോയി റോസാപ്പ് ഗേൾഫ്രണ്ടിന് കൊടുത്തോ? അയ്യോ, എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. കുറെ നേരം ഞാൻ അവളുടെ മുറിയിൽ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് അവളുടെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് പോന്നു. പാർട്ടി എങ്ങനെയാ? കാണാൻ കൊള്ളാവോ? ആ, കാണാൻ കൊള്ളാം. നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ആളൊരു സെമി എക്സെൻട്രിക്ക. അതൊക്കെ ഇപ്പോഴത്തെ പ്രായത്തിന്റെ ആയിരിക്കും. മാരേജ് കഴിയുമ്പോ മാറിക്കോളും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അവൾ എന്നെ പ്രേമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതൊട്ട് ചോദിച്ചിട്ടില്ല. ഓ, അപ്പൊ വൺ വേ ട്രാഫിക് ആണല്ലേ? ആ, മഞ്ജു എനിക്കൊരു സഹായം ചെയ്യണം. ആ കുട്ടിയെ കണ്ട് സംസാരിച്ചിട്ട് അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് വരാമോ? അതിനെനിക്ക് ആ കുട്ടിയെ അറിയില്ലല്ലോ. എന്റെ ബെഡ്റൂമിൽ, ഐ മീൻ മഞ്ജുവിന്റെ ഇപ്പോഴത്തെ ബെഡ്റൂമിൽ അവളുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അതിന്റെ മുമ്പിൽ ഞാൻ റോസാപ്പ് വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ ആളെ മനസ്സിലാവും. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. രവിന്റെ എങ്ങനെ നോക്കുന്നത്? മഞ്ജുവിനോട് എനിക്കൊരു പ്രത്യേക കാര്യം ചോദിക്കാനുണ്ട്. അതിന് കൃത്യമായ ഒരു ആൻസർ കിട്ടണം. യെസ് ആയാലും നോ ആയാലും. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ മഞ്ജുവൊന്നും മിണ്ടാത്തത്? ഞാൻ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ആന്റി പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. മഞ്ജു ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരുടെ മനസ്സിനെയും കീഴടക്കി, മമ്മി ഒഴിച്ച്. മഞ്ജു വിചാരിച്ചാൽ മമ്മിയും പോക്കറ്റിലാക്കാൻ കഴിയും. അയ്യോ സോറി ആന്റി, എവിടെയെങ്കിലും പുറത്തു പോകാൻ ഇറങ്ങുമ്പോ തിരിച്ചു വിളിക്കാൻ എനിക്കറിയാം. എന്നാലും എന്താ ആന്റി, ഞാൻ പറയുമ്പോ ആന്റി മണിയടിക്കാനാണെന്ന് വിചാരിക്കരുത്. ഐ എം വെരി ഫ്രാങ്ക്. വിശേഷങ്ങളൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ വേഗം ചോദിക്കേ. എനിക്ക് അല്പം തിരക്കുണ്ട്. ആന്റിക്ക് തിരക്കുണ്ടെങ്കിൽ പോയി വന്നിട്ടായാലും മതി. എന്താണെങ്കിലും വേഗം പറയൂ. ഇത്രയും വലിയ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ ഇത്ര ഭംഗിയായി നോക്കിക്കൊണ്ടു പോകാൻ ആന്റിയെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? അതായത് ആന്റിക്ക് അങ്കിളുടെ കാര്യം നോക്കണം, വീട് വൃത്തിയായി സൂക്ഷിക്കണം, എല്ലാവരും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം പോയിട്ട് ഫിലിം സെൻസറിങ്ങിനും പോകണം. ഇതിനൊക്കെയുള്ള എനർജി ആന്റിക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു? ഞാൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ, അതുകൊണ്ടാ. എന്റെ മണിയുടെ ഫലിച്ചില്ലല്ലോ.